എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജി. ഇന്ന് നമ്മൾ എടുത്തേക്കുന്നത് ടോട്ടലിൻ്റെ സീവേജ് സബ്മേഴ്സിബിൾ പമ്പ് 1500 വാട്ട്സിൻ്റെ 2 HP പവറുള്ളതാണ്. അപ്പം മോട്ടോർ വന്നേക്കുന്നത് ഒരു വുഡിൻ്റെ ബോക്സിനകത്താണ്. ബോക്സ് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പം അതിനകത്ത് വന്നേക്കുന്ന ആദ്യത്തെ പീസ് വെള്ളം പുറത്തേക്ക് എടുക്കുന്ന ഔട്ട്ലെറ്റിലുള്ള ഒരു ഫിറ്റിങ്സ് ആണ്. അത് കഴിഞ്ഞിട്ട് വന്നേക്കുന്ന കൺട്രോൾ ബോക്സാണ്. 230 വോൾട്ട് ഇതിൽ കണക്ട് ചെയ്തിട്ട് ഇതിൽ നിന്നാണ് മോട്ടറിലേക്ക് അതിൻ്റെ കണക്ഷൻ പോകുന്നത്. അപ്പോൾ അവിടെ അതിൻ്റെ പിക്ചർ അവിടെ കൊടുത്തിട്ടുണ്ട്. സപ്ലൈ ഈ ബോക്സിലേക്ക് കൊടുക്കുന്നു. ഈ ബോക്സിൽ നിന്നാണ് മോട്ടറിലേക്ക് പോകുന്നത്. ഇനി ഇതിൻ്റെ ഓൺ ഓഫ് സ്വിച്ചാണ് ഈ സൈഡിൽ കൊടുത്തേക്കുന്നത്. അതിൻ്റെ തൊട്ട് മുകളിൽ കൊടുത്തേക്കുന്നത് ഓവർലോഡാണ്. ഇതുവഴിയാണ് വയറ് അകത്തേക്ക് എടുക്കുന്നത്. ഇനി മോട്ടറിനെ എടുത്ത് നമുക്ക് പുറത്തേക്ക് വെക്കാം. ഇനി അതിൻ്റെ കവർ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ പ്രോഡക്റ്റ് മാനുവലിൽ എഴുതിയിരിക്കുന്നത് 14.5 മീറ്റർ ഹൈറ്റിൽ വെള്ളം തള്ളും. അതുപോലെ തന്നെ 2 ഇഞ്ച് ഓസാണ് അതിൻ്റെ ഔട്ട് വരുന്നത്. 1 മിനിറ്റിൽ 350 ലിറ്റർ വെള്ളമാണ് പുറത്തേക്ക് തള്ളുന്നത്. ഇനി ഇതിൻ്റെ ഫ്ലോട്ട് വാൽവ്, ഇതാണ് ഫ്ലോട്ട് വാൽവ്. ഇത് വെള്ളത്തിൻ്റെ മുകളിൽ കിടന്നാൽ മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ. വെള്ളം താഴേക്ക് വരുമ്പോൾ ഈ ഫ്ലോട്ട് വാൽവ് ഓഫ് ആവും. അങ്ങനെ മോട്ടറിൻ്റെ സേഫ്റ്റി കൊടുത്തേക്കുന്നതാണ്. അതുപോലെ തന്നെ കൊടുത്തേക്കുന്നത് അതിൻ്റെ ഇൻലെറ്റിൽ വെള്ളം വലിക്കുന്ന ഭാഗത്ത് ഒരു ലീഫ് കൊടുത്തിട്ടുണ്ട്. ഈ ലീഫ് അവിടെ അഴുക്കൊന്നും കയറി ബ്ലോക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് വെള്ളം പുറത്തേക്ക് എടുക്കുന്ന ഫിറ്റിങ്സ് ഫിറ്റ് ചെയ്യുകയാണ്. അത് നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ 10 മീറ്റർ കേബിളാണ് വന്നേക്കുന്നത്. നമ്മൾ ആ കേബിൾ കെട്ട് അഴിച്ചതിന് ശേഷം അതിൽ 4 വയറുകളാണ് വന്നേക്കുന്നത്. ഇതിൻ്റെ കണക്ഷൻ പാനൽ ബോക്സിനകത്ത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മളിനി നോക്കുന്നത്. അപ്പോൾ പാനൽ ബോക്സ് നമ്മൾ ഓപ്പൺ ചെയ്യുവാണ്. ഇതാണ് അതിൻ്റെ സ്വിച്ച്. അത് കഴിഞ്ഞ് ഇത് 10 ആംപിയറിൻ്റെ ഒരു ഓവർലോഡാണ്. ഇനി ഇത് വയർ കണക്ട് ചെയ്യുന്ന കണക്ടറാണ്. ഇത് കപ്പാസിറ്ററാണ്. ഇനി നമുക്ക് വയർ കണക്ട് ചെയ്യുന്ന ഭാഗത്തെ ക്യാപ്പ് ഓപ്പൺ ചെയ്യാം. അങ്ങനെ ക്യാപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം വയർ അതിൻ്റെ ഉള്ളിൽ കൂടി അകത്തേക്ക് എടുക്കുകയാണ്. ഇനി നമുക്ക് ബോക്സിനകത്തേക്ക് എടുക്കുന്ന ഹോളിൻ്റെ അവിടെ വയർ ഊരി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്ലിപ്പ് ഇട്ടിട്ടുണ്ട്. ആ ക്ലിപ്പ് നമ്മൾ ഓപ്പൺ ചെയ്തതിന് ശേഷം വയറിനെ അകത്തേക്ക് കടത്തി ആ ക്ലിപ്പ് നമ്മൾ സ്ക്രൂ ചെയ്ത് ടൈറ്റ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ ബോക്സിൻ്റെ ക്യാപ്പിനകത്ത് സർക്യൂട്ട് ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് നമുക്ക് വയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യം ഞാൻ എർത്ത് വയർ കണക്ട് ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞ് രണ്ടാമത് വരുന്ന ബ്ലാക്ക് വയറാണ്. അത് കണക്ട് ചെയ്തു. ഇനി മൂന്നാമത് വരുന്നത് ബ്രൗൺ കളർ വയറാണ്. ആ ഡയഗ്രത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നാലാമത് വരുന്നത് ബ്ലൂ കളർ വയറാണ്. അപ്പം 4 വയറാണ് അവിടെ കണക്ട് ചെയ്യാനുള്ളത്. അങ്ങനെ 4 വയർ നമ്മൾ കണക്ട് ചെയ്തു. ഒന്നുകൂടെ നോക്കാം. യെല്ലോ വരുന്നത് എർത്താണ്. അത് കഴിഞ്ഞിട്ട് ബ്ലാക്ക്, ബ്രൗൺ, ബ്ലൂ 4 വയർ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വയർ ഊരിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ടൈറ്റ് ചെയ്ത് നല്ല ഭംഗിയായിട്ട് ചെയ്തതിന് ശേഷം ഇനി ഇതിൻ്റെ കവർ എടുത്ത് നമ്മൾ അടയ്ക്കുകയാണ്. ഇനി ഈ 4 സ്ക്രൂ ഇട്ടതിന് ശേഷം ഇതിനെ നമുക്ക് വർക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ 230 വോൾട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പിന്നാണ് അവിടെ കൊടുത്തേക്കുന്നത്. ഇനി നമ്മുടെ ടെസ്റ്റ് ലാമ്പിൻ്റെ ബോർഡിനകത്താണ് നമ്മളിത് ചെക്ക് ചെയ്യുന്നത്. ആംബിയറിനകത്ത് നോക്കുമ്പം ഇത് വർക്ക് ചെയ്യുന്നത് അറിയാൻ പറ്റും. അപ്പോൾ ഈ ഫ്ലോട്ട് വാൽവ് വെള്ളത്തിൻ്റെ മുകളിൽ കിടക്കുമ്പം ഫ്ലോട്ട് വാൽവ് മുകളിലേക്കാണ് ഇരിക്കുന്നത്. ആ ഒരു പൊസിഷനിലാണ് മോട്ടർ ഓൺ ആവുന്നത്. ഇപ്പോഴും മോട്ടർ ഓണായി. ഇനി അത് വെള്ളം താഴ്ന്ന ലെവലിൽ ഫ്ലോട്ട് വാൽവ് താഴേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ മോട്ടർ ഓഫ് ആവും. അതാണ് നമ്മുടെ മോട്ടറിൻ്റെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി കൊടുത്തേക്കുന്നത്. അപ്പം ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ.